BJP പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ ആയങ്കിക്കും 7 CPIM പ്രവർത്തകർക്കും തടവ് ശിക്ഷ. കണ്ണൂർ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2017 അഴീക്കോട് വെള്ളക്കലിൽ നടന്ന സംഘർഷമാണ് കേസിനാസ്പദം. സജോ ഉണ്ട് കണ്ണൂരിൽ നിന്ന്. സജോ, എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ? ഇതിൽ അപ്പീലിനോ മറ്റുള്ള സാധ്യതകൾ ഉണ്ടാവില്ലേ? ഗോകുൽ, 2017 നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കണ്ണൂർ അഴീക്കോട് വെള്ളക്കലിൽ 2 BJP പ്രവർത്തകരെ ആക്രമിച്ചു എന്നതാണ് കേസ്. വധശ്രമത്തിനാണ് ആ ഘട്ടത്തിൽ കേസെടുത്തത്. അർജുൻ ആയങ്കി ഉൾപ്പെടെ 8 പ്രതികളാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും CPIM പ്രവർത്തകരോ അനുഭാവികളോ ആണ്. ആയുധങ്ങൾ ഉപയോഗിച്ച്, അതായത് കമ്പിയും മറ്റുമൊക്കെ ഉപയോഗിച്ച്, ആയുധങ്ങളുമൊക്കെ ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്നതായിരുന്നു കേസ്. ഈ കേസിന്മേലാണ് വിചാരണ പുരോഗമിച്ചു വന്നത്. ഇതിൽ 8 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ണൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തി. 5 വർഷം തടവും 25,000 രൂപ വീതം എല്ലാ പ്രതികൾക്കും പിഴയുമാണ് ശിക്ഷ. വിധി കേൾക്കാൻ പ്രതികൾ എല്ലാവരും കോടതിയിൽ ഉണ്ടായിരുന്നു. വിധിക്ക് പിന്നാലെ എല്ലാ പ്രതികളെയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്മേൽ ജില്ലാ കോടതിയിലും തുടർന്ന് ഹൈക്കോടതിയിലും മറ്റു മേൽക്കോടതികളിലും പ്രതികൾക്ക് അപ്പീൽ സാധ്യത അവശേഷിക്കുന്നുണ്ട്. അപ്പോഴും അഴീക്കോട്, കപ്പക്കടവ് മേഖലകളിൽ CPIMലും DYFലും ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഘട്ടത്തിലാണ് കൊട്ടേഷൻ കേസിൽ, നേരത്തെ തന്നെ സ്വർണം പൊട്ടിക്കൽ കൊട്ടേഷൻ കേസിലടക്കം പ്രതി ചേർക്കപ്പെട്ട വ്യക്തി കൂടിയാണ് അർജുൻ ആയങ്കി ഉൾപ്പെടെയുള്ള ആളുകളാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും 5 വർഷത്തെ തടവ് ശിക്ഷയും പിഴയും വിധിക്കുകയും ചെയ്തത്. അപ്പീൽ സാധ്യതയുണ്ടെങ്കിൽ കൂടി മറ്റ് CPIM പ്രവർത്തകരടക്കം ഈ കേസിൽ പ്രതികളാകുന്നു. നേരത്തെ DYFയിൽ ഭാരവാഹിത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് അർജുൻ ആയങ്കി. പിന്നീട് സംഘടന പുറത്താക്കുകയും ബന്ധമില്ല എന്ന് തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. അപ്പോഴും മുൻപ് കേസിൽ മറ്റ് CPIM അനുഭാവികൾ, പ്രവർത്തകർ അവരോടൊപ്പമാണ് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടത്. അതിന്റെ വിധിയാണ് വന്നിരിക്കുന്നത്. നിലവിൽ ഈ ശിക്ഷ വിധിക്ക് പിന്നാലെ പ്രതികളെ എല്ലാവരെയും സെൻട്രൽ ജയിലിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വിധിക്ക് മേൽ സ്റ്റേ വാങ്ങിച്ചാൽ മാത്രമേ പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം അപ്പീൽ നടപടികളുമായി പ്രതികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. ശരി സജോ. അർജുൻ ആയങ്കി കണ്ണൂരിൽ CPMന് വലിയ തലവേദനയായി മാറിയ കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ സംഘത്തിന്റെ കൂടി നേതാവായ അർജുൻ ആയങ്കിയാണ് ഇപ്പോൾ BJP പ്രവർത്തകനെ ആക്രമിച്ച കേസിൽ, അതും CPM പ്രവർത്തകർക്കൊപ്പം കുറ്റക്കാരനെന്ന് കണ്ട് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്.